നമസ്കാരം. നിങ്ങൾ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണോ? ഇനി അതല്ല, നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇപ്പോൾ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. വെറും വിദ്യാഭ്യാസപരമായ ആവശ്യത്തിന് മാത്രമായിട്ട് ഉള്ളതാണ്. നമ്മൾ ഏതെങ്കിലും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുമായോ കരിയർ ഏജൻസിയുമായോ ബന്ധപ്പെട്ട ആളുകളല്ല. ജോലിയുടെ അവൈലബിലിറ്റിയും സർവീസുകളും ഓരോ കാലത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. എപ്പോഴും നിങ്ങൾ NCSന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുക. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഒരു സർവീസാണ് നാഷണൽ കരിയർ സർവീസ് എന്ന് പറയുന്നത്. ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പുതിയ ഓപ്പർച്യൂണിറ്റികൾ തേടി പോകുന്ന ആളുകൾ, കരിയർ കൗൺസിലർമാർ, സ്കിൽ ട്രെയിനിങ് ഡെവലപ്പർമാർ, ഇവർക്കെല്ലാം ഉപകാരപ്പെടുന്ന, ഇവരെല്ലാം കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വൺ സ്റ്റോപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നാഷണൽ കരിയർ സർവീസ്. NCSന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് തൊഴിൽപരമായ സർവീസുകൾ, തൊഴിൽപരമായ കാര്യങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകൾക്കും തൊഴിലാളികളെ അന്വേഷിക്കുന്ന ആളുകൾക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ജോബ് സെർച്ച്, തൊഴിൽ അന്വേഷണം, കരിയർ ഗൈഡൻസ്, സ്കിൽ ഡെവലപ്മെന്റ് ഇൻഫർമേഷൻ, അതുപോലെ തന്നെ അപ്രന്റീസ്, ഇന്റേൺഷിപ്പ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സർവീസിൽ രജിസ്റ്റർ ചെയ്യാനും തുടർന്ന് അത് ഉപയോഗിക്കാനും യാതൊരു തരത്തിലുള്ള ഫീസും നമ്മൾ കൊടുക്കേണ്ടതായിട്ടില്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നമുക്കറിയാം, ഒരുപാട് ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോമുകൾ, വളരെ പോപ്പുലർ ആയിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ വരെ ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിലെല്ലാം നമുക്ക് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കത് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു തൊഴിൽ ദാതാവുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണമെങ്കിൽ, നമുക്ക് അവരോട് സംസാരിക്കണമെങ്കിൽ അതിനൊക്കെ നമ്മൾ പ്രീമിയം പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പ്രീമിയം മെമ്പർഷിപ്പ് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. പക്ഷേ നാഷണൽ കരിയർ സർവീസിലേക്ക് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള യാതൊരു മെമ്പർഷിപ്പും അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഫീസ് കൊടുത്തുകൊണ്ടുള്ള ഒരു മെമ്പർഷിപ്പ് എടുക്കേണ്ട സാഹചര്യം നമുക്ക് അവിടെ ഇല്ല. അത് പൂർണ്ണമായിട്ടും സൗജന്യമാണ്. സോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രഷർ ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഓൾറെഡി ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണലുകൾ, ITI, ഡിപ്ലോമ, ഗ്രാജുവേറ്റ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്, ഇത്തരത്തിലുള്ള ഡിഗ്രികളെല്ലാം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള യുവാക്കൾ, ഇവർക്കൊക്കെ വളരെ കൃത്യമായിട്ട് വളരെ പ്രോപ്പറായിട്ട് ഉപകാരപ്പെടുന്ന ഒരു സർവീസാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. കാരണം ഇതിനകത്ത് കരിയർ ഗൈഡൻസ് പോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, മാത്രമല്ല സ്കിൽ ഡെവലപ്മെന്റ് ഓപ്ഷൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയായിരിക്കും ഇത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എംപ്ലോയേഴ്സിന്, അതായത് തൊഴിൽ ദാതാക്കൾക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് പ്രൈവറ്റ് കമ്പനികൾ, MSMEകൾ, ഗവൺമെന്റ് ഓർഗനൈസേഷനുകൾ, പ്ലേസ്മെന്റ് ഏജൻസികൾ, ഇവർക്കെല്ലാം തൊഴിലാളികളെ അല്ലെങ്കിൽ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ കണ്ടെത്താൻ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളെയും തൊഴിലാളികളെ അന്വേഷിക്കുന്ന ആളുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗവൺമെന്റ് പ്രൊവൈഡഡ് ആയിട്ടുള്ള ഗവൺമെന്റ് സപ്പോർട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നാഷണൽ കരിയർ സർവീസ്. NCSൽ രജിസ്റ്റർ ചെയ്യാൻ പ്രായമോ ലൊക്കേഷനോ അതുപോലെ തന്നെ യോഗ്യതാ മാനദണ്ഡങ്ങളോ ഒന്നും ഒരു വിഷയമേ അല്ല. ആർക്കും NCSൽ സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യാം, സൗജന്യമായിട്ട് അത് ഉപയോഗിക്കാം. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നാഷണൽ കരിയർ സർവീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചറുകൾ, കീ ഫീച്ചറുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഒന്ന്, ജോബ് സെർച്ചും അതുപോലെ തന്നെ ജോബ് മാച്ചിങ് ആണ്. അതായത് തൊഴിൽ അന്വേഷണവും ആ തൊഴിലുമായി ബന്ധപ്പെട്ട അതുമായി അതേ ക്വാളിഫിക്കേഷനുള്ള ആളുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതായത് ഇന്ത്യയിൽ ധാരാളം തൊഴിലവസരങ്ങൾ പലപ്പോഴുമായി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് റൈറ്റ് ആയിട്ടുള്ള, ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള, ആപ്റ്റ് ആയിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുള്ളത് പലപ്പോഴും ഒരു വിഷയമാണ്. ആ ഒരു ഗ്യാപ്പ്, അതായത് തൊഴിലവസരങ്ങളും തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു മതിൽ അവിടെ ഉടച്ചു വാർക്കുക, അവർ തമ്മിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. അത്തരത്തിലൊരു സാഹചര്യം ഇവിടെ പോസിബിൾ ആവുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ടും ഗവൺമെന്റ് ആയിട്ടും ലിങ്ക്ഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലൊക്കേഷനെയും ക്വാളിഫിക്കേഷനെയും എക്സ്പീരിയൻസിനെയും അടിസ്ഥാനമാക്കിയുള്ള തൊഴിലുകൾ ഇവിടെ നമുക്ക് കണ്ടെത്താം. NCSന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണ്. അതായത് പ്രധാനമായും വിദ്യാർത്ഥികൾക്ക് ഇനി എന്താണ് ചെയ്യേണ്ടത്, ജസ്റ്റ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക് അവർക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കുക, അവർക്ക് കൃത്യമായിട്ട് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഏത് രീതിയാണ് മുമ്പോട്ട് പോവേണ്ടത് എന്ന തരത്തിലുള്ള ഒരു ഗൈഡൻസും ഇവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നു. അത് മാത്രമല്ല, എമർജിംഗ് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. കൂടാതെ സ്കിൽ ഡെവലപ്മെന്റും ട്രെയിനിങ്ങിനുമുള്ള ഓപ്ഷൻ NCSൽ അവൈലബിൾ ആണ്. അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ ഗവൺമെന്റ് സ്കീമുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, കൂടാതെ ഓപ്പർച്യൂണിറ്റികളെ അപ്സ്കിൽ ചെയ്യുന്ന തരത്തിലുള്ള ധാരാളം ഓപ്ഷൻസും NCSൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അപ്രന്റീസ്ഷിപ്പിനും ഇന്റേൺഷിപ്പിനുമുള്ള ഓപ്ഷൻസ് NCSൽ അവൈലബിൾ ആണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻസും, അതായത് അത് എങ്ങനെയാണ്, എവിടെയാണ് ഇപ്പോൾ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, അത്തരത്തിലുള്ള വിവരങ്ങളും NCSൽ അവൈലബിൾ ആണ്. കൂടാതെ ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള ജോബ് ഫെയറുകളെ കുറിച്ചുള്ള വിവരങ്ങളും NCSൽ അവൈലബിൾ ആണ്. ഇതുമൂലം ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയേഴ്സുമായിട്ട്, അതായത് തൊഴിൽ ദാതാക്കളുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ഇവിടെ സാധ്യമാകും. ഇത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് NCSൽ, നാഷണൽ കരിയർ സർവീസിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ്. ആദ്യം നാഷണൽ കരിയർ സർവീസിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പോർട്ടൽ സന്ദർശിക്കുക.
ജോബ് സീക്കർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് പേര്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, വിദ്യാഭ്യാസ യോഗ്യത, ഇത്തരത്തിലുള്ള 4 ഡീറ്റെയിൽസും അവിടെ നമ്മൾ ആഡ് ചെയ്യണം. പിന്നീട് ചെയ്യേണ്ടത് നമ്മുടെ പ്രൊഫൈൽ അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ റെസ്യൂം അതിലേക്ക് അപ്ലോഡ് ചെയ്യുക. ഈ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തൊഴിലുകൾ, നിങ്ങൾക്ക് ജോലിക്ക് അവിടെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതുകൂടാതെ ജോബ് അലർട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും. കൂടാതെ കരിയർ ഗൈഡൻസിലേക്കുള്ള ആക്സസും നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നു. അതും പൂർണ്ണമായിട്ടും സൗജന്യമായി. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് NCS ഗവൺമെന്റ് ജോബ് ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു പോർട്ടൽ അല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഗവൺമെന്റ് സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർട്ടൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് സർക്കാർ ജോലി ഇതിൽ നിന്ന് ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം NCS എന്ന് പറയുന്നത് ഗവൺമെന്റ് ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പോർട്ടൽ അല്ല. അതുപോലെ തന്നെ ഇത് റിക്രൂട്ട്മെന്റ് എക്സാമോ സെലക്ഷൻ പോളിസിയോ ഒന്നുമല്ല. ഇത് ഇൻ ബിറ്റ്വീൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. തൊഴിലന്വേഷകരെയും തൊഴിലാളികളെ അന്വേഷിക്കുന്ന ആളുകളെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് ഇത്. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നാഷണൽ കരിയർ സർവീസ് ഒരു തരത്തിലുള്ള എംപ്ലോയ്മെന്റും ഗ്യാരണ്ടി ചെയ്യുന്നില്ല. തൊഴിൽദാതാക്കളുടെ ക്രൈറ്റീരിയ, തൊഴിലന്വേഷകരുടെ സ്കിൽസ്, ഇന്റർവ്യൂവിലുള്ള അവരുടെ പെർഫോമൻസ് ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജോലി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇനി ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഒരാൾ NCS യൂസ് ചെയ്യണം. വൈ ഷുഡ് സമ്മൺ യൂസ് NCS? കാരണം വളരെ സിമ്പിൾ ആണ്. ഒന്ന്, മറ്റ് ആപ്പുകൾ പോലെ നമുക്ക് യാതൊരു തരത്തിലുള്ള ഫീസോ പ്രീമിയം എടുക്കേണ്ട കാര്യമോ ഒന്നും ഇതിനകത്തില്ല. ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. കൂടാതെ ഗവൺമെന്റ് ബാക്ക്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ്. ഇതിനിടയിൽ മിഡിൽ മാനോ ഏജന്റുകളോ ഒന്നുമില്ല. കൂടാതെ തൊഴിലവസരങ്ങളുടെ വലിയൊരു റേഞ്ച് തന്നെ ഇതിനകത്തുണ്ട്. മാത്രമല്ല കരിയർ കൗൺസിലിംഗ് സപ്പോർട്ടും ലഭ്യമാണ്. സ്കിൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസും അവൈലബിൾ ആണ്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് NCS വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പോർട്ടലാണ്. പലപ്പോഴും ആളുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് എന്താണെന്ന് വെച്ചാൽ ആളുകൾ രജിസ്റ്റർ ചെയ്യും, പക്ഷെ അവർക്ക് കൃത്യമായിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ആ റിസൾട്ട് കിട്ടാതിരിക്കാനുള്ള ചില കാരണങ്ങൾ ഉണ്ട്. ആ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, പ്രൊഫൈൽ പൂർത്തിയാക്കാതിരിക്കുക, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊഫൈല്. അത് മാത്രമല്ല മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത് ഫേക്ക് ആയിട്ടുള്ള ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യൽ, റെസ്യൂം അപ്ഡേറ്റ് ചെയ്യാതിരിക്കൽ, സ്കില്ലുകൾ മാച്ച് ചെയ്യാത്ത രീതിയിൽ റാൻഡം ആയിട്ട് അപ്ലൈ ചെയ്യൽ. അത് മാത്രമല്ല ഗ്യാരണ്ടി ആയിട്ട് ജോലി കിട്ടും എന്ന് പറയുന്ന എക്സ്പെക്ടേഷൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്. ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് NCSഉം പ്രൈവറ്റ് ജോബ് പോർട്ടലുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. NCS ഫ്രീ ആണ്. പ്രൈവറ്റ് ജോബ് പോർട്ടലുകളിൽ നമ്മൾ പ്രീമിയം ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പല ഓപ്ഷൻസും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ NCS ഗവൺമെന്റ് ബാക്ക്ഡ് ആണ്. പ്രൈവറ്റ് ഓഫ് കോഴ്സ് പ്രൈവറ്റ് കമ്പനികളാണ്. അത് മാത്രമല്ല NCSൽ കരിയർ ഗൈഡൻസ് ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ പ്രൈവറ്റ് ജോബ് പോർട്ടലുകൾ നോക്കുന്ന സമയത്ത് നമുക്ക് ജോലികളുടെ ലിസ്റ്റിംഗ് മാത്രമേ ഉണ്ടാവൂ. കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അതിനകത്ത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ NCSൽ സ്കിൽഡ് പ്രോഗ്രാമുകളുടെ വിവരങ്ങളുണ്ട്. പക്ഷേ പ്രൈവറ്റ് കമ്പനികളിൽ അത് ലിമിറ്റഡ് ആണ്. സോ ഏറ്റവും മികച്ച അപ്രോച്ച് എന്താണെന്ന് വെച്ചാൽ മറ്റ് ജോബ് പോർട്ടലുകൾ യൂസ് ചെയ്യുന്ന അതേ തീവ്രതയിൽ തന്നെ അല്ലെങ്കിൽ അതേ ഗൗരവത്തോടു കൂടി NCSഉം അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ആക്സസ് ചെയ്യുക. അല്ലാതെ NCS മാത്രം ഒരേ ഒരു ജോബ് പോർട്ടലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റ് ജോബ് പോർട്ടലുകൾ അത് മാത്രം അങ്ങനെ ഒന്നായിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യരുത്. പല പല പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. സോ ആരൊക്കെയാണ് നിർബന്ധമായിട്ടും NCSൽ രജിസ്റ്റർ ചെയ്യേണ്ടത്? നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ, നിങ്ങൾ തൊഴിലില്ലാത്ത ഒരാളാണെങ്കിൽ, കരിയർ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഗവൺമെന്റ് സപ്പോർട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തൊഴിൽ അന്വേഷിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള ആളുകൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായിട്ടുള്ള, അവർ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് NCS എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ തൊഴിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം അവർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുക. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ഒരു ധാരണയില്ല എന്ന് തോന്നുന്നു നമുക്കിടയിൽ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചത്. സോ നിങ്ങൾ NCSൽ നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ തൊഴിൽ അന്വേഷണം ആരംഭിക്കാവുന്നതാണ്. നിങ്ങളുടെ തൊഴിലന്വേഷണത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ടും എഴുതാവുന്നതാണ്. ബോസോക മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. ബോസ് വാല, ബി ദ ബോസ്.